അടുത്തത് വിശാഖം ഒടുവിൽ 15 നാഴിക അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം കൂടും. പഠിക്കുന്നത് ബൈഹാർട്ടാവും. കോൺസെൻട്രേഷൻ കിട്ടും, മെമ്മറി കിട്ടും, മെഡിറ്റേഷൻ കിട്ടും. നല്ല മാർക്കോടെ പാസ്സാവും. ഉപരിപഠനത്തിന് അവസരം, സ്റ്റേറ്റ് വിട്ടുള്ള പഠിത്തത്തിന് അവസരം. ഉദ്യോഗാർത്ഥികൾക്ക് കണിശമായിട്ടും അസ്ഥിരമെങ്കിലും ഉദ്യോഗലബ്ധി ഉണ്ടാവും. വിദേശത്തേക്ക് പരിശ്രമിച്ച് നിരാശ പൂണ്ടിരിക്കുന്നവർക്ക് വിദേശ ജോലിക്കുള്ള അവസരങ്ങൾ വരും. ഡോക്യുമെൻറ്റ്സ് പുതിയത് കരുതിയിരിക്കണം എന്ന് മാത്രം. സർവീസിൽ ഇരിക്കുന്നവർക്ക് അവനവൻ്റെ സർവീസിലിരിക്കുന്ന സുഹൃത്തുക്കളുടെ അനുകമ്പയും അധികാരികളുടെ അംഗീകാരവും സർവോപരി പ്രൊമോഷൻ സാധ്യതകളോ ശമ്പള പരിഷ്കൃതമോ ഇതൊന്നുമല്ലാകലും അതത്രമാത്രം ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലേലും ഉയർന്ന ഒരു പദവിയും അല്ലെങ്കിൽ ഒരു വിശേഷ സ്ഥാനലബ്ധിയും ഈ രാശിക്കാർക്കുണ്ട്. വീട് ഉണ്ടാവാനായി മോഹിച്ചിരിക്കുന്നവർക്ക് വീടോ ഫ്ലാറ്റോ ഒരു വീടുണ്ടാവാനുള്ള യോഗമുണ്ട്. ഒരു വണ്ടി എടുക്കാൻ പ്ലാനും പദ്ധതിയിട്ടവർക്ക് അതിനുള്ള ഭാഗ്യം, ഒരു കെട്ടിടം വെക്കാൻ, അതുപോലെ വിദേശത്ത് പോകാൻ, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, അവിവാഹിതർക്കാണെങ്കിൽ കല്യാണം നടക്കാനുള്ള യോഗം ഉണ്ട്. വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായി നിൽക്കുന്നവർക്ക് ഒരു പുനർവിവാഹം വേണമെന്നുള്ള മോഹമുള്ളവർക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നുണ്ട്. സർവോപരി വസ്തു, ഗ്രഹ, വാഹന, മംഗളകർമ്മ, വിദേശയാത്ര, കനക, വേഷഭൂഷണാദി യോഗങ്ങൾ കൊണ്ട് നിറഞ്ഞ് സന്തുഷ്ടമായി നിൽക്കുന്ന ഒരു കാലമാണെങ്കിലും എപ്പോഴും ഒരു വിഷമം മുഖത്ത്, ഒരു കഷായ മുഖം, ഒരു വിഷമസന്ധി, എന്തോ എവിടെയോ നഷ്ടപ്പെട്ട പോലെയോ, എന്തോ ഒന്ന് തികയാത്ത പോലെയോ, എന്തോ ഒന്ന് വേണ്ടത് നടക്കുന്നില്ല, വേറെ പല ഭാഗ്യങ്ങളും കിട്ടി എന്നുള്ള തോന്നലുകളും സന്തോഷവും സന്താപവും ഇടകലർന്ന് മുഖത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു പൂർണ്ണ സംതൃപ്തി ഈ രാശിക്കാർക്കുണ്ടാവുന്നതല്ല. അത് എന്തെല്ലാം ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായി ധനം, ലോട്ടറി വരെ അടിക്കാനുള്ള ഭാഗ്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ പോലും മനസ്സിന് ഉന്മേഷം ഉണ്ടാവാൻ സാധ്യതയില്ല. അല്പസ്വല്പം സന്തോഷം. ഈ രാശിയിൽപ്പെട്ടവർക്ക് വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേട, ഇടവം, മിഥുനം, മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ അസമയത്തുള്ള യാത്ര, സാഹസിക യാത്ര, അതുപോലെ തന്നെ ഉല്ലാസയാത്ര ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നതും, കൊടുക്കൽ വാങ്ങലുകൾ ഒന്ന് മാറ്റിവെക്കുന്നതും, എഗ്രിമെൻറ്റുകൾ ഒപ്പിടുന്നതും, പുതിയ സൗഹൃദ ബന്ധത്തിൽ കണ്ണുമടച്ച് വിശ്വസിക്കുന്നതും ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ക്ഷതപതനങ്ങൾ, വല്ല കറിക്കത്തിയോ മിക്സിയോ ഗ്രൈൻഡറോ ഒടിവോ ചതവോ മുറിവോ പൊള്ളലോ കൊണ്ട് മുറിവ് ക്ഷതങ്ങളും സ്കിച്ചിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കലണ്ടറിലോ ഡയറിയിലോ മാർക്ക് ചെയ്യുക. സാമ്പത്തിക പുഷ്ടി ഉണ്ടാവും. സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും സൗഹൃദക്കാരും മൈത്രി ബന്ധങ്ങളും കൈകോർക്കും. ഉല്ലാസഭരിതമായ ആഹാരം, വസ്ത്രം, പാനീയം, ശയനം, യാത്ര, ദേവാലയ ദർശനയോഗം, നല്ല വാർത്തകൾ കേൾക്കുക, ഉല്ലസിക്കുക, സിനിമ സീരിയലൊക്കെ കാണുക. കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ നല്ല അവസരങ്ങൾ കിട്ടുന്ന ഒരു കാലം. സൂപ്പർ സ്റ്റാറായിട്ട് വരെ തെളിഞ്ഞു വരാവുന്ന ഒരു കാലഘട്ടമാണ്. അതായത് മേടക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും അശ്വതി, ഭരണി, കാർത്തിക, അനിഴം, തൃക്കേട്ട, അതുപോലെ തന്നെ അത്തം, ചിത്തിര ഈ നാളുകാർക്കൊക്കെ രാഷ്ട്രീയത്തിലും സിനിമകളിലും സമൂഹത്തിലും ഒക്കെ ഉയർന്ന് കായിക രംഗങ്ങളിലും എവിടം വരെ എത്താമോ അവിടം വരെ എത്താവുന്നതും ജ്വലിച്ചു നിൽക്കാവുന്നതുമായ രാശിക്കാരാണ്. ഈ വിശാഖമനിഴം തൃക്കേട്ടക്കാർക്ക് സർപ്പക്ഷേത്രത്തിൽ പഞ്ചമത്തിൽ രാഹു നിൽക്കുകയാണ്. മനക്ലേശം, ഇച്ഛാഭംഗം, സന്താനക്ലേശം എന്നിവ, അല്ലെങ്കിൽ മൗനം, മന്ദത, ഉറക്കക്കുറവ്, ദുസ്വപ്നം ഇതൊക്കെ മാറാനായി പിതൃക്കൾക്ക് തിലഹോമം ചെയ്യുന്ന നന്നായിരിക്കും. മൺമറഞ്ഞു പോയ ആത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി ബലി, അതുപോലെ നമസ്കാരകൂട്ട്, തിലഹോമം, അതുപോലെ സർപ്പത്തിന് പാലഭിഷേകം, സർപ്പബലി മുതലായ വഴിപാടുകൾ ചെയ്ത് നാഗരെ സംതൃപ്തമാക്കുക. അതുപോലെ പിതൃക്കളെ സംതൃപ്തമാക്കുക. സർവ്വവിധ ഐശ്വര്യത്തോടും കൂടി ഈ വർഷം ഈ നക്ഷത്രക്കാർ മുന്നോട്ട് ഗമിക്കുന്നതാണ്. വസ്തുവും വീടും വണ്ടിയും അപ്രതീക്ഷിത സാമ്പത്തിക ലബ്ധിയും, സ്വർണം, വെള്ളി, കനക, വേഷഭൂഷണാദികൾ, നല്ല ആഭരണം, വസ്ത്രം എന്നിവയും, ഉല്ലാസയാത്ര, മംഗളയാത്ര, മംഗല്യയാത്ര, തീർത്ഥാടന യാത്ര ഇത്യാദികളും മനസ്സിന് ഇഷ്ടമുള്ളവരുമായിട്ടുള്ള കൂടിയ അടുപ്പങ്ങൾ, സ്വന്തം ബന്ധം, മിത്രം,
സാഹോദര്യം, മൈത്രി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന നല്ലൊരു വർഷമാണ്.